വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനദർ എപ്പിസോഡ് ഓഫ് സിജി ബിനു ഒഫീഷ്യൽ. ഞങ്ങളിത് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. വിനേട്ടന് ലീവുള്ള ദിവസം എനിക്ക് എവിടേക്കെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. എനിക്കിങ്ങനെ റൂമിൽ തന്നെ ഇരിക്കണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ പോകുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. വെറുതെ ഒന്ന് റോഡിലോട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയാലും അത് മതി എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പെട്ടെന്നൊന്ന് പോയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് വിനേട്ടൻ പറയുന്നത് ഇവിടെ ഒരു ബോട്ടിംഗ് സ്പോട്ട് ഉണ്ട് എന്നുള്ളത് പറയണത്. അപ്പോൾ എന്തായാലും ഒന്ന് അവിടെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഈ കാണുന്ന സ്പോട്ട് ഉള്ളത് മൊഹറക്കിലാണ് കേട്ടോ. മൊഹറക്ക് എയർപോർട്ട് റോഡിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ആക്ച്വലി നമ്മുടെ ഒരു ടാർഗറ്റ് പ്ലേസ് ഇതല്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സ്പോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിങ് പ്ലേസിലോട്ട് പോകാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴല്ലേ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. അതൊന്ന് വീക്കെൻഡായ കാരണമൊക്കെ ഇങ്ങനെ കയറിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഫിഷിങ്ങിനൊന്നും പോയിട്ടില്ല. പിന്നെ ഉള്ള കാണുന്നത് പിന്നെ ഒരു പ്രാവിൻ കൂട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് തീറ്റകൾ ഇട്ട് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് പ്രാവുകൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ അത്. ഞാൻ ഇവിടെ 1-2 വട്ടം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴും ഈ പ്രാവുകൾ ഇവിടെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ കാണുന്നത് ഒരു അറബി വണ്ടിയിൽ വന്നിട്ട് ഒരു കവർ നിറച്ച് തീറ്റകൾ ഇട്ട് കൊടുക്കണം കേട്ടോ പ്രാവുകൾക്ക്. ഇവിടെ ഈ അറബികൾക്ക് പ്രാവിന് തീറ്റ കൊടുക്കുക, പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അത് അവർ ഒരിക്കലും മിസ് ചെയ്യില്ല. ഞാൻ ദേ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ബീച്ചുകളൊക്കെ ഇങ്ങനെ നല്ല ശാന്ത സ്വഭാവക്കാരാണ് കേട്ടോ. ചെറിയ തിരമാലകളൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ബീച്ചിലോട്ട് ഇറങ്ങുന്നതിന് അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബീച്ച് കുറച്ച് വയലൻ്റ് അല്ലേ, ഇറങ്ങുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനൊക്കെ. പക്ഷേ ഇവിടെ സേഫാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി നല്ല ആഴമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നീന്താനും അറിയത്തില്ല. ചെറുപ്പത്തിൽ നീന്തൽ പഠിക്കാനൊക്കെ ആയിട്ട് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. അവിടെ കുറച്ച് ദിവസം നീന്തൽ പഠിക്കാനൊക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ എന്തോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നീന്തൽ പഠിക്കണമെങ്കിൽ പഠിക്കാത്തതിൽ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്കിനി ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ആ ബോട്ടിൽ കണ്ടില്ലേ നിറച്ച് ചെറിയ പിള്ളേർ കളിക്കുന്നത്. ഈ പിള്ളേരെ കാണുമ്പോൾ തോന്നുക എന്നും ചെറുപ്പമായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്ന്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവില്ലേ? അങ്ങനെ വിനേട്ടന് ആ ബോട്ടിൽ കയറാനൊരു പൂതി കേട്ടോ. ആ ബോട്ടിൽ ഒരു ചെറിയൊരു മരപ്പലക കേട്ടോ ആ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കണത്. അപ്പോൾ വിനേട്ട അതിൽ കയറി. എന്നെ കുറേ നിർബന്ധിച്ചു, ഞാൻ പോയില്ല കേട്ടോ. ആ മരപ്പലക അത്ര സേഫ് അല്ലാന്ന് തോന്നിയിട്ടാ. പിന്നെ ഈ കടലിൻ്റെ ഓളത്തിനനുസരിച്ച് ആ ബോട്ട് ഇങ്ങനെ ആടിക്കളിക്കണമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ പിന്നെ പോയില്ല. പിന്നെ അവിടെ നിന്നൊക്കെ പോന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബോട്ടിംഗ് സ്പോട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ നടന്ന് പോണത്. നേരത്തെ കണ്ട സ്പോട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് സ്പോട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ ബോട്ടിംഗ് സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഈ സ്ഥലം എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമായിട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൂടുതൽ ഫോട്ടോസൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. മുന്നൊക്കെ ആണെങ്കിൽ ഫോട്ടോസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ കാരണം ഫോട്ടോസൊക്കെ ഇങ്ങനെ മിസ്സായി പോവുകയാണ്. ഫോട്ടോസ് എടുക്കാൻ പറ്റാറില്ല ഇപ്പോൾ.
ഇവിടെ ഒരുപാട് ഫാമിലീസ് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കുട്ടികളെയും ഫാമിലീസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരു സായാഹ്നങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് അങ്ങനെ കൂടെ മുന്നോട്ട് പോയാലാണ് നമ്മുടെ ബോട്ടിങ്ങിനുള്ള കൗണ്ടറും ടിക്കറ്റ് കൗണ്ടറും ബോട്ടിങ്ങിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാലാണ് കേട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 കൗണ്ടറായിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോഴല്ലേ ഒരു ടിക്കറ്റിന് 2.5 ദിനാറാണ് കേട്ടോ ഒരാൾക്ക്. എന്ന് വെച്ചാൽ നാട്ടിലൊരു 560 രൂപയോളമൊക്കെ വരും. ഞങ്ങൾക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല കേട്ടോ. ഇത്തിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ നിർബന്ധപ്രകാരം ആ ബോട്ടിൽ കയറണ്ടെന്നൊരു തീരുമാനത്തിലെത്തിയിട്ടാണ്. ഇവിടെ കൂടുതലായിട്ടും ഫാമിലീസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു ഫാമിലി എന്ന് വെച്ചാൽ 2-ൽ കൂടുതൽ ആൾക്കാർ എന്തായാലും ഒരു ഫാമിലിയിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു ബോട്ട് റൈഡിങ് നടത്തണമെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം കാശ് കൂടെ ചിലവാകും കേട്ടോ. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത്. അപ്പോൾ ബോട്ട് സവാരി വേണ്ടെന്ന് വെച്ചു. പിന്നെ അവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടു നിന്നു. ഇവിടെ ഒരുപാട് ഹോട്ടൽസും കഫ്തേരികളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവുക എന്നുള്ളൊരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ ഇഷ്ടമാണ്. പിന്നെ കൂടെ വിനയാട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. സംസാരിച്ച് നടക്കുമ്പോൾ ഒട്ടും ബോറടിക്കത്തുമില്ല, ടയേർഡ് ആവത്തുമില്ല. പിന്നെ വിനയാട്ടം ഇങ്ങനെ ഓരോ കോമഡിയും കാര്യങ്ങളും കമ്പനിയിലത്തെ വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കോമഡി കേട്ട് ഇങ്ങനെ ചിരിക്കാനേ എനിക്ക് നേരമുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് കയറി മെയിൻ റോഡിലെത്തി കേട്ടോ. ഈ റോഡ് നേരെ പോണത് മുഹർക്ക് സൂക്കിലേക്കാണ് കേട്ടോ. ഞങ്ങൾ നേരെ സൂക്ക് പിടിച്ച് നേരെ റൂമിലേക്ക് എത്തണം എന്നാണ് പ്ലാനിങ്. അപ്പോൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഞങ്ങൾ ഒരു ഫോട്ടോ ഫ്രെയിമിന് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് കണ്ടത് കേട്ടോ. നമ്മുടെ ഈ അരളിപ്പൂ ഉണ്ടല്ലോ, അത് വൈറ്റും ഉണ്ട് പിങ്ക് നിറത്തിലുള്ള
പൂക്കളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പോണ വഴിക്കൊരു കാഴ്ച കണ്ടതല്ലേ, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ കയറി 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതിങ്ങനെ ഒറ്റ പൂവായിട്ട് നിൽക്കുന്ന അരളിപ്പൂവല്ല കേട്ടോ. ഈ പിങ്ക് നിറത്തിലുള്ളത് ഇങ്ങനെ കുറച്ചൊരു ഉണ്ട പോലെ, മറ്റേ കൊലയായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു പൂവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പനിനീര് പൂവില്ലേ, ആ പൂവിൻ്റെ ഒരു സ്റ്റൈല് പോലെ തോന്നിയിട്ടോക്കെ. നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ റൂമിൻ്റെ പരിസരത്തെത്തി കേട്ടോ. അവിടെ നോക്കുമ്പോൾ അതേ ഫിഷ് എന്നൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കഫ്തേരിയയിൽ കയറിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, ഒരു മാംഗോ ജ്യൂസ് മതി, ഈ ചൂട്ടത്തിന് ചായ കുടിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാംഗോ ജ്യൂസ് മേടിച്ചു, പിന്നെ ഏട്ടനൊരു ചായയും മേടിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ കുടിച്ചു നിന്നു. അപ്പോൾ നേരം കുറച്ചായി, ഇനിയിപ്പോൾ നേരെ റൂമിൽ ചെല്ലുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.